ഇതാ മകളെ, ഇതേ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഇരുന്ന മിക്സി കംപ്ലൈന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അമ്മ കുറെ നാളായിട്ട് കൊണ്ടുപോയി നന്നാക്കാൻ പറയണം അവന്റെ അടുത്ത്. കേൾക്കൂലല്ലോ. നമ്മളാണ് ഇവിടെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ടക്കനെ ഓടിച്ചാടിപ്പോയി ചെയ്ത് കൊടുക്കണത്. എന്നിട്ടും പറയണതോ നമുക്ക് അനുസരണയില്ല. അവന്റെ അമ്മ കുറെ പറഞ്ഞപ്പോ ഞാൻ എടുത്തോണ്ട് വന്നിടി, ഒരു കൈ നോക്കാന്ന് വിചാരിച്ചു. ഇതോടെ കട്ടയും പടങ്ങും മടങ്ങും. കട്ടയും പടങ്ങും മടങ്ങും. ഡേ കളിക്കല്ല നീ, അടിച്ച് ഞാൻ പറ്റിച്ചു തരുമ്പോ ഓട് ഓട്. എന്തോ ഇത് ഇലക്ട്രോണിക്സ് വിദഗ്ധൻ ശശോൻ ബാലേന്ദ്രൻ തമ്പി. ഇലക്ട്രോണിക്സ് വിദഗ്ധൻ എന്നൊന്നും പറഞ്ഞ് നീ കളിയാക്കണ്ട. അച്ഛൻ എനിക്കും കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളൊന്നും മറക്കല്ലേ മക്കളെ. ഓ, പറയും പോലെ ചേട്ടൻ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ആയിരുന്നല്ലേ. നല്ല ഇത് എന്തോന്നിത്? എന്തോ പരിപാടി? ഇത് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇരുന്ന ഒരു മിക്സി, അത് കംപ്ലൈന്റ് ആയിപ്പോയി. ഞാൻ ഒരു കൈ നോക്കാന്ന് വെച്ച് എടുത്തോണ്ട് വന്നത്. അവസാനം വേറെ മേടിച്ചു കൊടുക്കേണ്ട വരുമോ? അല്ലേ, അങ്ങനെയാണല്ലോ പതിവ്, അതുകൊണ്ട് ചോദിച്ചത്. ചേച്ചി ചുമ്മാ കളിക്കല്ലേ. അതെ, ഇത് നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും ശരി തന്നെ, ഇതിന്റെ കറക്റ്റ് പ്രശ്നം എന്തോ നീ കണ്ടുപിടിച്ചിരിക്കും. അത് നന്നാക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊന്നും പൊട്ടിത്തെറിക്കാതിരുന്നാ മതി. ചേച്ചിക്ക് എന്തിനാ ചേച്ചി? ഇതേ ഇലക്ട്രോണിക്സ് ആണ്, ഇതൊരു തൊഴിലാണ്. കുറച്ച് ബ്രെയിൻ വെച്ച് കളിക്കേണ്ട കളിയാണ് കേട്ടാ, കളിക്കല്ലേ. ഇതിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഇരുന്ന ഒരു മിക്സി കേടായത്, അപ്പൊ ഒന്ന് റെഡിയാക്കാന്ന് വിചാരിച്ചു. ടൂൾസ് ഒക്കെ ഇടുന്നു. അതെന്ന് വെച്ചാൽ അച്ഛൻ്റെ മറ്റേ പഴയ ടൂൾസ് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. അടിച്ചു മാറ്റി വെച്ചിരുന്നു പറ ചെറുതായിട്ട്. ഈ പണി കഴിയുമ്പോ കൊറേ സാധനങ്ങൾ ബാലൻസ് വരുമായിരിക്കും അല്ലേ? നോക്കച്ചാ, അറപ്പിക്കണച്ചാ, കൈ അറപ്പിക്കണം. ഒന്ന് പോയി തരാമോ? എന്തിനൂടെ നിക്കണതെല്ലാം കൂടെ. പണ്ട് അച്ഛൻ പണി എടുക്കുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. പാറൂര് കളിക്കാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. ഈ നട്ട്, ബോൾട്ട്, കാന്തം, മറ്റേ കുഞ്ഞു സ്പീക്കർ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. മകളെ ലച്ചേ, നിനക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു? അച്ഛൻ്റെ കയ്യിൽ നന്നാക്കാൻ വേണ്ടി ആൾക്കാർ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. കുറേ ശരിയാവും, കുറേ ശരിയാവില്ല. പക്ഷെ ശരിയാക്കുമ്പം അച്ഛന് പൈസ കിട്ടിയിരുന്നു. ആ പൈസ കൊണ്ട് മക്കൾക്ക് എന്തൊക്കെ അച്ഛൻ വാങ്ങി തന്നിട്ടുണ്ട്? മുട്ടായി, കളിപ്പാട്ടം, പിന്നെ പഠിക്കാൻ പോകുമ്പോൾ ഫീസ്. ഫീസ് അല്ലെങ്കിലും ബസ്സൂലി തന്നിട്ടുണ്ടല്ലേ. മക്കളെല്ലാം മറന്നുവല്ലേ? മക്കൾ മറക്കും, കുറെ കഴിയുമ്പം അച്ഛനെ മറക്കും. ആ ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്നെ എന്തൊക്കെ പറഞ്ഞേക്കുന്നു? ഒരച്ഛനും ഒരു മോളുടെ അടുത്തും പറയാൻ പാടാത്ത കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത്. ഓ മതി മതി, നിർത്ത്. ഡേ, ആ കൺട്രോൾ സ്വിച്ച് ഓക്കെ ആണോ? കൺട്രോൾ സ്വിച്ചിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഓ, ആ ജാക്ക് കപ്ലറാ? ജാക്ക് കപ്ലറിനും വിഷയമില്ല, നോക്കി. ആ മോട്ടോർ വൈൻഡിങ് അടിച്ചു പോയടേ? ഇല്ല ഇല്ല ഇല്ല, വൈൻഡിങ് പ്രശ്നമില്ല. ആ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മിക്സി വർക്ക് ചെയ്യില്ല. ഞാൻ പോണയാണ് നല്ലത്. ചെല്ല്, പോകും പോകും. ഏതോ വയറ് വിട്ട് കിടക്കണം തോന്നുന്നു. അച്ഛാ, ഇന്ന് പോയിട്ട് വരുമ്പോ എനിക്ക് മുട്ട കഴിച്ചോ? ആ, അച്ഛാ അച്ഛാ, വർക്ക് ചെയ്ത അച്ഛാ. അച്ഛാ, വർക്ക് ചെയ്ത്. ഓ, വർക്കായി. നോക്കേ, കണ്ടാ കണ്ടാ. കേശു നിസ്സാരക്കാരനല്ല. അച്ഛായി വർക്കായത് കണ്ടോ? അച്ഛോയ്, ഇതിന്റെ ആ കൺട്രോൾ സ്വിച്ചിന്റെ ആ ബാക്കിലുള്ള ഒരു വയർ ചെറുതായിട്ടൊന്ന് വിട്ട് കിടന്നു. അതായിരുന്നു പ്രശ്നം. സിമ്പിൾ മാറ്റർ. അടിപൊളി അടിപൊളി. ഈ കിട്ടുന്ന പൈസക്ക് എനിക്ക് ഇല്ലേ മുട്ട വാങ്ങിച്ചേ? ഓ ഓ ഓ, അത് സഹായിച്ചോളെ. എടുത്തിടേ. ഞാനത് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. എന്തായാലും വെപ്രാളം കാണിക്കലടാ. ഇടി ചേച്ചി അങ്ങോട്ട്. ആ ഓക്കെ. പോയിട്ട് വരട്ടാ. ഓ ഗുരുവേ വന്ദനം.
നീ അറിഞ്ഞ തന്നെടേ ഞാൻ തന്നെ നന്നായി കൊടുത്തത്. നീ അറിയാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? ആ അവിടെ ഉണ്ടോ? നമുക്ക് നോക്കാം. പിന്നെ നീ എങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെടാ ശരിയായിരിക്കാന്ന് പറയുന്നത്? നീ ഒന്ന് തട്ടി നോക്കും. തട്ടണ്ട. ഈ വാക്കില്ലാതെ കൈ വെച്ചാലേ സെറ്റാവാതെ. ഓ ലാസ്റ്റ് 10 രൂപയ്ക്ക് മുടക്കി ചെയ്യേണ്ട പണിക്ക് 1000 രൂപ മുടക്കേണ്ടി വരും. ഓ ശരിടാ, ഞാൻ വന്നെടുക്കാം. ശരി തുടരല്ലേ ദയവ് ചെയ്ത്, സേഫായിട്ടൊരു കവറിലാക്കി പോയി. ശരി. എന്തോന്നാട്ടാ? ഓർഡർ പുതിയ ഓർഡറിന്റെ പെരുമഴ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയ സാധനം എടുത്തിട്ടുണ്ട്. ആൾക്കാർ ഓരോ വിഷമം പറയുമ്പോ അത് കണ്ടില്ലാന്ന് അടിച്ച് വീട്ടിൽ കയറി ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാനേ ബാലേന്ദ്രൻ തമ്പിയുടെ മോനാ. ആരോ എന്തോ സാധനം നന്നാക്കാൻ പറഞ്ഞു, അതിന്റെ ജാടയാ. ആരോ എന്തോ സാധനം ഒന്നോ? ചേച്ചിയെ പല കൈ മറിഞ്ഞു പോയ സാധനമാണ്, ആരും നോക്കിയിട്ട് നടന്നിട്ടില്ല. നിന്റെ കൈ കിട്ടിയിട്ട് എന്തിനാ ഒരു കൈ കൂടെ മറിഞ്ഞു പോവാനാ? ഞാൻ വെല്ലാം വിളിച്ചാൻ പറയാം കേട്ടാ. പോടു പുള്ളേ, ഈ ഫീൽഡിൽ ആൾക്കാർ കുറവ്. ഈ ടെക്നിക്കൽ ഫീൽഡ്, അതായത് റിപ്പയറിംഗ് ഫീൽഡ് ആൾക്കാർ ഭയങ്കര കുറവ്. അതിൻ്റെയാണ് പ്രശ്നം. ഈ പണക്കാരാണെങ്കിൽ സാധനം ഉപയോഗം കഴിഞ്ഞ് ശരി വേസ്റ്റായി എടുത്ത് കളഞ്ഞ്. പാവം പിടിച്ചവന്മാർ അങ്ങനെയല്ല, റിപ്പയർ ചെയ്ത് പിന്നെ ഉപയോഗിക്കും. അപ്പോൾ അച്ഛനെ പോലുള്ള കഴിവുള്ള റിപ്പയറിംഗ് ആൾക്കാർ ഇതിനകത്തുനിന്ന് പോയപ്പോൾ ഫീൽഡ് ഭയങ്കര ശൂന്യമായിട്ട് കിടക്കണേ. അപ്പോൾ ഒരാൾ ഇറങ്ങി, ആര്? ഞാൻ. അതുകൊണ്ടാണ് ഓർഡർ ചറവറാന്ന് പറഞ്ഞത്. നീ ആ സാധനങ്ങൾ പെറുക്കിക്കൂടി ഇങ്ങോട്ട് വരാൻ പോവാണോ? പഠിച്ച വിദ്യ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെട്ട് ചേച്ചി. അതൊരു കണക്കിന് നല്ലത് തന്നെ. ഇതൊന്നും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണ്ട. അവള് പറയാനും കാര്യമുണ്ട് കേട്ടോ. അറിയോ അമ്മായി, ഈ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഈ TV നന്നാക്കാനും മിക്സി നന്നാക്കാനും എന്നൊക്കെ പറഞ്ഞ അച്ഛൻ്റെ കയ്യിൽ കൊണ്ടേ കൊടുക്കും. അച്ഛൻ പാവം എല്ലാം നന്നാക്കി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് പൈസ കൊടുക്കില്ല. പൈസ ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നില്ലെങ്കിൽ ചിരിച്ച് കാണിക്കും, അല്ലെങ്കിൽ കരഞ്ഞ് കാണിക്കും. പാവമല്ല നമ്മുടെ അച്ഛൻ, അതിലങ്ങ് വീഴുകയും ചെയ്യും. എന്നിട്ട് പൈസയും മേടിക്കില്ല. ചേച്ചി ഇവിടെ ഇല്ലാത്തത് നന്നായി, ഇല്ലെങ്കിൽ ചേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചത് ഇതൊക്കെ കണ്ടിട്ട്. അത് ഈ ഇലക്ട്രിക് സാധനത്തിനോടോ അല്ലെങ്കിൽ ഈ തൊഴിലിനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. അച്ഛൻ ഈ പൈസ മേടിക്കാതെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുമല്ലോ, അതിന്റെ കുഴപ്പമാണ്. ഇതിപ്പോ ഒരുപാട് വർക്ക് വന്ന് കയറി കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കുമല്ലോ. എനിക്ക് സമയം കിട്ടണ്ടേ? അച്ഛനും ഇതേപോലെയാന്നേ, ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 100 തള്ളാണ്. അതുകൊണ്ടാണ് പാവ ഇതിൽ പച്ച പിടിക്കാന്. യേശു, അതുകൊണ്ട് നീയും തള്ളലൊക്കെ നിർത്തിയിട്ട് ആ കേടായ സാധനം നന്നാക്കി കൊടുക്കാൻ നോക്ക്. എന്തെങ്കിലും സാധനം നന്നാക്കണ്ടോ? ഒരു സാധനവും നന്നാക്കാനില്ല. ആര് പറഞ്ഞു? നന്നാക്കാനുള്ളൊരു സൂപ്പർ സാധനമുണ്ട്, പക്ഷെ അത് ഇവിടെ വന്ന് കിടക്കില്ല. അതോ തലക്കെട്ട് പൊക്കെ എന്നെ ഉമ്മീന്ന് പൊക്കെ പോണ് പോളാ ഒന്നും പറയല്ലേ. പോട്ടെ. അല്ല ലച്ചു, ഇവ ശരിക്കും ഈ പണിയൊക്കെ എങ്ങനെ പഠിച്ചത്? അത് അച്ഛൻ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്യുമ്പോ ഇവൻ വായി നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. അത്യാവശ്യം കുറച്ച് പണിയൊക്കെ അറിയാവന്. എന്താ ഇത്? എന്തത്? കുട്ടാനൊന്നും അറിഞ്ഞില്ലേ? കേശവനരുല്ലേ ഒരു മിക്സ് ശരിയാക്കി. എന്നിട്ട് എന്തായിരുന്നു ഇഷ്ടപ്പെട്ടത്? ഹോം തിയേറ്റർ. അതെ മിക്സി ശരിയായി കൊടുത്തില്ലേ? ആ ശരിയായി കൊടുത്ത അവര് 2-3 നേരം അറിഞ്ഞ്. അങ്ങനെ അവരിൽ ഒരാൾ കൊണ്ടുവന്ന് തന്ന സാധനമാണ് ഈ ഹോം തിയേറ്റർ. നമ്മ ഈ സ്പീക്കറിനൊന്നും വലിയ വിഷയമൊന്നുമില്ല. സംഭവിച്ചത് പഴയതായതിന്റെ കംപ്ലൈന്റ് അത്ര തന്നെ. ഓൾഡ് മോഡൽ അല്ലേ? ഓ ചില സമയം വലിയ പ്രശ്നമൊന്നും കാണത്തില്ല, ചെറിയ വലിയ കംപ്ലൈന്റ് കാണത്തുള്ളൂ. അച്ഛനോട് ചെറുതായിട്ടൊന്ന് ചുരണ്ടി പഠിച്ച് 1-2 വർഷമാണോ അച്ഛനോട് വന്നത്. ചേട്ടാ, ഇനി സാധനങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുമ്പോഴില്ലേ പൈസയും കൂടെ മേടിക്കണേ. അയ്യോ, പൈസയൊക്കെ ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയ? നമുക്കാരെങ്കിലും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്തു തരുമോ? കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി. ഞാൻ ഇത് മറ്റൊരു ഹോം തിയേറ്ററെ ശരിയായി കിട്ടിയത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന് ഓർഡറൊക്കെ കിട്ടി തുടങ്ങി. എങ്ങനെയാ മിക്സി ശരിയാക്കിയത്? എങ്ങനെ മാമ നിന്ന് നോക്കിക്കോ മാമ. അച്ഛൻ ഇങ്ങോട്ട്. അല്ല, നീ എവിടെ ഇരുന്ന പണി അല്ലേ? അല്ല അച്ഛനെ ബുദ്ധിമുട്ടാ. എനിക്ക് ഒരു ബുദ്ധിമുട്ടാ. ഞാൻ സോഫ ഇരിക്കാ. ഇല്ലടാ, നീ എവിടെ ഇരുന്ന പണിയടാ. ശ്രീ അമ്മ വിളിച്ചിരുന്നു പടവലത്ത്. എന്താ പറഞ്ഞു? അമ്മ പറഞ്ഞ് ഒരു കല്യാണം വിളിക്കാൻ ആരോ ഇവിടെ വരും, അപ്പൊ നമ്മൾ എല്ലാരും കൂടെ പോണം. മൂവാറ്റുപുഴ അമ്മയുടെ ബന്ധുവിന്റെ മോള് അമ്മ വിളിച്ച് പോവാൻ പറഞ്ഞ് പോണം. ഇനി ഇവിടെ വന്ന് വിളിക്കുമ്പോ ചേട്ടന് പോവല്ലോ അല്ലേ? കല്യാണം ആണെങ്കിൽ സദ്യ കാണുമല്ലോ, അപ്പൊ എന്തായാലും ഞാനും കാണും. നിന്നെ തേടി ഇലക്ട്രോണിക്സ് ഐറ്റം ഒക്കെ വന്ന് തുടങ്ങിയല്ലേ? ഇലക്ട്രോണിക്സ് ഐറ്റമാണ്, സൂക്ഷിച്ച് കളിക്കണം. കള്ളത്തരമൊന്നും പാടില്ല അതില്. മനുഷ്യന്റെ ആന്തരികങ്ങളിൽ ഉള്ളതുപോലെ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. മനുഷ്യന്റെ ഞരമ്പുകളാണ് അതിലെ വയറുകൾ. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, സാങ്കേതിക വിദ്യയൊക്കെ വളർന്നില്ലേ.
ആ ഒരു തവണ ചക്ക വീണ് മോല് ചത്തെന്നും പറഞ്ഞേ എപ്പോഴും സംഭവിക്കണം എന്നില്ല. അടുത്ത തവണയും ചക്ക വീഴുമ്പോൾ മുയലേ ആവണമെന്നുണ്ടെങ്കിൽ ആ ചക്ക വീഴുന്ന സമയത്ത് മുയലേ നടിയിരിക്കും. എങ്ങനെയൊക്കെയാ ചുറ്റുവളർന്ന് സംസാരിക്കണത്? അച്ഛന്റെ ബുദ്ധിയും സംസാരവും ശൈലിയൊക്കെ കിട്ടിയേക്കുന്ന ഒരേ ഒരാളെ ഇവിടെ ഉള്ളൂ, അത് ദേവനാണ്. അച്ഛൻ്റെ ചുറ്റിക്കളിയും. ഏയ് ഞാൻ ചുറ്റിക്കളിച്ച് പണ്ട് ഒരുത്തിയെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ നീ ചുറ്റിക്കളി ഇതാണ്ട് എവിടെ കൊണ്ടുവന്നു. അത് ഞാൻ ചുറ്റി കളിച്ചൊന്നുമല്ല, എന്നെ ചുറ്റി ഒന്നാണ്. പിന്നെ ഇത് ബാക്കി സംഭവം എല്ലാം ഓക്കെയാണ്, എന്തോ ബ്ലൂടൂത്ത് കണക്ട് ആവുന്നില്ല. യൂസ് സ്പീഡ് എന്തോ പ്രശ്നമാണോ അതോ ഇനി എൻ്റെ കയ്യിൽ നിക്കണില്ലേ? ഇല്ല ചേച്ചി, ഞാനൊന്നത് കട വരെ പോയിട്ട് വരാം. ലാപ്പിലിട്ട് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ലാപ്പ് കണക്ട് ചെയ്തല്ലേ. എടാ നീ എന്തൊക്കെ പരിപാടികളുടെ ഏറ്റു പിടിക്കുന്നത്? വലിയ പുള്ളിയായിരുന്നു, ട്യൂഷൻ മാസ്റ്റർ, പിന്നെ ജനസേവാ കേന്ദ്രത്തിലെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നീ എന്താണോ കോളേജ് മാഗസീനിലെ സബ് എഡിറ്ററാ? ആ സബ് എഡിറ്റർ. പിന്നെ ജനസേവന എന്താ? അല്ലാതെ ആ അത് തന്നെ മറ്റേ പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവൻ അവിടെ ഉണ്ടാവും. ഗുഡ് ബൈ. മൾട്ടി ടാലന്റഡ് ആയി പോയില്ലേ മാമ. മുള്ളിന്റെ മുട്ടി മുള്ളല്ലേ കുരുക്കൂ. ഞാനേ കൊണ്ടുവിട്ട് വരേ. അച്ഛാ പോട്ടോട്ടാ. அப்பனுக்கு பிறந்தா எப்படித்தான் பிறக்கணும், அப்பனுக்கு பிறந்தா இப்படித்தான் பிறக்கணும். ഉരുളക്കിഴങ്ങ് മെഴുക്കൂരിട്ടാണോ ഉദ്ദേശിക്കണേ? എന്ത് ഉദ്ദേശിക്കണോ അച്ഛാ? പറ്റൂലേ? അത് എന്താണ്? ഉരുളക്കിഴങ്ങുണ്ടല്ലോ ഡ്രൈ ആക്കി എടുത്താ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കി തരും. ഉഫ്, അമ്മ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ മിസ് ചെയ്യും. ഓ നമ്മളുണ്ടാക്കണമൊന്നും പിടിക്കൂലല്ലോ, കഴിക്കണോട്ടം തേക്കൂല. ചേ ഗൗരി ഉണ്ടാക്കണത് പ്രത്യേക ടേസ്റ്റ് അല്ലേ? ഓ ചുമ്മാ സൂചിപ്പിക്കുമായിരുന്നു പറയല്ലേ. അമ്മയുടെ ടേസ്റ്റ് വേറെ, ഗൗരിയുടെ ടേസ്റ്റ് വേറെ. ചർച്ച മാത്രമേ ഉള്ളൂ അതോ? ഡേ ലച്ചു വാ, നീ ഇല്ലാത്ത അടുക്കളേ പൂവില്ലാത്ത പൂന്തോട്ടം പോലെയായിരുന്നു. അമ്മായി ഞാൻ ഗൾഫിലുണ്ടാക്കിയ 1-2 ഫുഡ് ഐറ്റംസ് ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. അന്ന് നിങ്ങളെല്ലാരും അന്തം വിടും. ഒട്ടകത്തിന്റെ ഇറച്ചി ഇവിടെ കിട്ടുമോ? ഒട്ടകത്തിന്റെ ഇറച്ചി എവിടെ കിട്ടുമെന്ന്? അവിടെ കിട്ടുമെന്ന് മക്കളുടെ അടുത്ത് ആര് പറഞ്ഞത്? ഡോം പറയുന്ന കേട്ടതാ. ഡോമ് ഞാനാ? ആ എല്ലാം അണുകിട വിടാതെ കേട്ട് വെച്ചോണം. അമ്മ നോട്ടോട്ട് വെച്ചിട്ടുണ്ട്, ഉടനെ എല്ലാം കൂടെ ചേർത്ത് കിട്ടും. എന്നാണാവോ പാറു കരഞ്ഞുകൊണ്ട് ഓടുന്ന ദിവസം വരുന്നേ ആവോ, അല്ലേ പാറുവേ? മനുഷ്യരിപ്പ് കണ്ടാ? ദൈവമേ. ആ വന്നല്ലോ ഇലക്ട്രോണിക്സ് മന്നൻ. മറ്റേ ഹോം തിയേറ്റർ സെറ്റായി കൊടുത്തു കേട്ടാ, എല്ലാം റെഡിയാക്കി. പക്ഷെ ഒറ്റയ്ക്കല്ലേ. എടാ എന്നാ പിന്നെ നിനക്ക് കോളേജിൽ ഇലക്ട്രോണിക്സ് ആ സബ്ജക്ട് എടുത്താൽ പോരാ? എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നോ? അതൊന്നും നമുക്ക് സെറ്റ് ആവില്ല ചേച്ചി. നമുക്ക് മലയാളം, കൃഷി, സാഹിത്യം അതാണല്ലോ നമ്മുടെ ലൈന്. മകളെ, കൃഷി എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. സാഹിത്യം എന്ന് പറയുന്നത് സർഗസൃഷ്ടിയാണ്, അതിന് മാമനൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ കൃഷി എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു തപസ്സാണ്, ഒരു ത്യാഗമാണ്. ഞാൻ പറയണത് മക്കൾക്ക് മനസ്സിലാവും, എന്നാലും മാമൻ പറഞ്ഞതേ ഉള്ളൂ. മക്കളെ വഴി വെട്ടിത്തെളിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. വെടിത്തെളിച്ച് പോകുമ്പരേ സൂക്ഷിക്കണം, ചിലപ്പോ പാമ്പ് കാണും. ഞാനിവിടെ എല്ലാത്തിനും കയറി ഡയലോഗ് പറയല്ലേ. അതിനിവിടെ ആരും അത്ര മോശമൊന്നുമല്ലല്ലോ, ഏറ്റവും ടോപ്പ് വയ്ക്കണം ലച്ചുവാണ്. പണ്ട് ട്രോള് കംപ്ലീറ്റ് ശിവയായിരുന്നു. എല്ലാം കണക്ക് തന്നെ. അമ്മായി ഇതെന്തര് കിഴങ്ങ് വെച്ച് തിന്നാൻ പോണാ? ഈ കണ്ടോ കേശു, ഇവിടെ 2-3 വെറൈറ്റി ഐറ്റംസ് ഇപ്പൊ നിരക്കും. എന്തായാലും എനിക്കൊന്നും വേണ്ട. വേണ്ടേ? അത്ഭുതം. ആ നിനക്ക് വേണ്ടാത്ത കഴിച്ചെന്ന് എവിടെന്ന്? ചേച്ചി ഞാനിപ്പോ ഹോം തിയേറ്റർ നന്നാക്കി കൊടുത്തില്ലേ, അവൻ ടക്കനെ കാശെടുത്ത് എന്റെ തരുന്നു. ഞാനൊക്കെ ഒന്നില്ലെന്നേ ഉള്ളൂ. എന്താ അങ്ങനെ പറഞ്ഞു? മാമ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കണത് അത്ര നല്ല പരിപാടിയല്ലല്ലേ. എന്തായാലും ഈ കേശു ചെയ്യൂല. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ, ഇവനാ തനി അച്ഛന്റെ സ്വഭാവമാണ്. പണിയെടുത്തതിന് കാശ് മേടിക്കൂല, ഫ്രീ ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കും. ഒന്നും വായിക്കാതെ വന്നല്ലോ. ഒന്നും വായിക്കാന്ന് പറഞ്ഞാ അവരുടെ അമ്മ എന്നെ ഒന്നും തരാതെ വിടുന്നില്ലല്ലോ. അവസാനം അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ പറഞ്ഞ അമ്മ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചെന്നായിരുന്നു പറഞ്ഞു. എന്നിട്ട് എന്ത് മേടിച്ചു തന്നെ? ഞങ്ങൾ നേരെ ഹോട്ടലിൽ കയറി കാര്യമായിട്ട് കഴിച്ചു. അപാര സിദ്ധാന്തവും അഴുക്ക സ്വഭാവവും. അയ്യേ ആ അമ്മായി പറഞ്ഞോലേ കൂട്ടമ്മ അവിടെ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനം വല്ലതും കൊണ്ടുവന്നാ കേടായിരിക്കണ വല്ലതും ഉണ്ടാ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം. എനിക്ക് പൈസ ഒന്നും തരണ്ട, എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ മേടിച്ചെന്നാൽ. എന്റെ പൊന്നു മോനെ വേണ്ട. മോനെ നീ ചുമ്മാ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ് നടക്കല്ലേ, സ്വന്തം കാര്യം നോക്കിക്കോണം. അതിപ്പോൾ ഞാൻ അങ്ങോട്ട് ആലോചിച്ചോളൂ മാമ. അതുകൊണ്ട് ഇനി വരുന്ന സാധനമൊന്നും അല്ലേ വർക്കൊന്നും എടുക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു തീരുമാനം. എന്നാലും നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. 2 മണിക്ക് കഴിയുമ്പോൾ എനിക്ക് വിശക്കും, ഞാൻ വരും.
തള്ളി. കണ്ടാ മാമ കേട്ടാ ഇത് മാമ, ആംപ്ലിഫൈഡ് മോഡുലേഷനിൽ കേശു പുതിയൊരു സമവാക്യം ഉണ്ടാക്കി. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് കേശുവിന്റെ പ്രശ്നമല്ല. എന്താണ് ഇത്? എടേ നീ കിടലും തന്നെ. നീ എന്തോന്ന് മാർക്കോണിയുടെ പുനർജന്മം? എടാ അതിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. സാധനം സെറ്റായാ? പിന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇപ്പൊ പിന്നെയും പിന്നെയും ചക്ക വീണ് മാറി കത്തോണ്ടിരിക്കുവാണല്ലോ. ചേച്ചി ഈ ചക്കയൊന്നും വിടാൻ സമയമായിരുന്നു. എന്താടാ സംഭവം കണ്ടാ നിർത്ത. എടാ ഈ കണ്ണി കണ്ട ആക്രികളെല്ലാം എടുത്തോണ്ട് എന്തിനാണ് നീ വീട്ടിൽ കൊണ്ട് കയറുന്നത്? ഇവിടെ ഉള്ള എല്ലാത്തിനും കൂടെ ഞാൻ എടുത്ത് പുറത്ത് കളയാൻ വേണ്ടി എന്ത് മാത്രം പാടുപെട്ടെന്നറിയാം. കൊണ്ട് കളയടാ. എവിടുന്ന് അച്ഛൻ എടുത്തു കൊണ്ടുപോ. അച്ഛാ ഈ ഇസ്തിരിപ്പെട്ടി കൂടെ നീ ഇത്തിരി പറ്റി ഉണ്ടാക്കണ്ട. ഇതെന്തോന്നളിയത്? പെരിന്തച്ചൻ കോംപ്ലക്സാ. റേഡിയോ നന്നാക്കിയില്ല, അതുകൂടെ നന്നാക്കട്ടെ. അതില് ചിലപ്പോ കേശു പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവനെ ഡിസ്കറേജ് ചെയ്യാതെ. അയ്യോ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ കൂടുതലും ഇതായിട്ട് നന്നാക്കത്തുള്ളൂ. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. എനിക്കറിയാൻ പാടില്ല എന്റെ അനിയനെ. അവൻ മിടുക്കനാ. എന്നാ പിന്നെ ഇതിവിടെ നോക്കട്ടല്ലേ. എടാ നിന്റെ അടുത്ത് ഞാൻ കൊണ്ട് കളയാൻ പറഞ്ഞാ. അച്ഛാ കൈ പിടിച്ച കൈ കയറി പിടിക്കണ കൈ പരിപാടി വെച്ച് കാണിച്ചേ. എന്തോന്നളിയായി കാണിക്കണേ? ആ ഈ കാണിച്ച ഒട്ടും ശരിയായില്ലോ അച്ഛാ. മര്യാദക്ക് ഇത് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും, ഇല്ലെങ്കിൽ ഞാൻ ഇതും അടിച്ചു പൊട്ടിക്കും. ഇനി ഏതെങ്കിലും ആക്രി സ്ഥാനങ്ങൾ ഇവിടെ എടുത്തോണ്ട് വന്നാ നിന്റെ ചെകിടി ഞാൻ അടിച്ചു പൊട്ടിക്കും കേട്ടോ. പോരാ. അളിയെ കാണിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് അളിയെ അവനെ അല്ല, ഈ തൊഴിൽ നിന്ദിക്കുന്ന പോലെ ആയിപ്പോയി. അച്ഛനെ ഈ തൊഴിലല്ലേ ചെയ്തോണ്ടിരുന്നത് അച്ഛാ? ഈ കാണിച്ച ഭയങ്കര മോശമാണ്. എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനെന്തോ പറ്റി? എന്ത് അടിപൊളിയായിട്ട് അവൻ ശരിയായിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് സന്തോഷത്തിലായിരുന്നു അവൻ. ഈ ദേഷ്യം വന്ന സാധനം എടുത്തറിയേണ്ട പരിപാടി ഇതുവരെയായിട്ടും തീർന്നില്ല. ശ്രീ ആ വർത്താനം പറയല്ലേ. ഒന്നും എടുത്തറിയാത്ത ഒരാള്. അച്ഛൻ എന്ത് വേണമെങ്കിലും ആവാം, ബാക്കിയുള്ളവര് ചെയ്താ പ്രശ്നം. അച്ഛന്റെ സ്വഭാവമാണ് അച്ഛൻ എനിക്ക് ഒട്ടും പിടിക്കാത്തത്. കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ നെഞ്ചെ കലങ്ങി. അവൻ എന്തുമാത്രം പ്രയാസമായി കാണും. ഒന്നാമത് അവൻ ഊണിലും ഉറക്കത്തിലുമൊക്കെ അളിയന്റെ പേരും പറഞ്ഞുണ്ടാക്കണം. മതി എല്ലാം കൂടെ വളഞ്ഞെന്ന് പറഞ്ഞ് എന്നെ കൊല്ലാതെ. ലച്ചുവേ മകളെ പറ, മകളെ ഗൗരി പോയി അവനെ വിളിച്ചോണ്ടോ. വിളിച്ചാൻ വരുവോ? വിളിച്ചോണ്ട് വാ. ചേട്ടനെന്തോ കമന്നാണ് ചിരിക്കുവാണോ? സോറി കരയല്ലേ. യേശുവേ എടാ ചേട്ടൻ എന്തെങ്കിലും ടെൻഷനിൽ ഇരുന്നോണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ. എന്നിട്ട് വാ. കരയല്ലടാ. നീ എന്തോ പിള്ളേരെ പോലെ കിടന്ന് കരയണേ? കുറച്ച് ഓവറായി പോയല്ലേ. നീ ആ എംബോസ് എന്തിനു കൊള്ളാം? എന്തിനാ പാറു വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കണ? ഉണ്ടായിരി കരയല്ലേ. അശ്ശേ യേശു വാടാ, എന്നിട്ട് വാ. അച്ഛൻ ദേഷ്യം വന്ന് ഇങ്ങോട്ട് വരും, പിന്നെ അറിയാലോ. തല്ലട്ടെ, അവനെ തല്ലി കൊല്ലട്ട്. എന്റെ അച്ഛനല്ലേ, എന്നെ തല്ലാലോ. എടേ ചുമ്മാ സീന് വഷളാക്കാതെ എന്നിട്ട് വാടാ. എന്റെ അമ്മ ഇവന്റെ ഒക്കെ കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ 24 മണിക്കൂർ ഇവനെ തല്ലണ പോലെയാണല്ലോ. ഇവരൊന്നും അടി കൊണ്ടിട്ടില്ല സത്യം പറഞ്ഞ. ഇവനൊക്കെ ഏറ്റവും കുറവടിയാ കൊണ്ടേക്കുന്നത്. എന്നെയൊക്കെ അടിക്കുന്ന അടിയൊക്കെ കണ്ടായിണ്ടല്ലോ എന്റെ അമ്മേ. അതുകൊണ്ടായിരിക്കും നീ അവസരം കിട്ടുമ്പോ ചേട്ടൻ അടിക്കണം. ഞാൻ എപ്പോഴാ അച്ഛനെ അടിച്ചേ? അല്ല ആ ചേട്ടൻ അന്ന് പറഞ്ഞതിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. ഓ ഒരു ഐറ്റം കിട്ടിയപ്പോ അത് വെച്ച് എനിക്ക് താങ്ങുവാണല്ലേ? അതിന്റെ ഇടയിൽ കൂടെ അവള് ചൊറിയാൻ നോക്കണം. എടേ എനിക്ക് വാ. നീ വന്നില്ലെങ്കിൽ സത്യമായിട്ട് ഇനി ഒരു കാര്യത്തിൽ നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടൂലേ. പാവം വലിയ കാര്യം ചെയ്ത ആള് കരേണ്ട വന്നു. അതങ്ങനെയാന്നേ. ഈ ശാസ്ത്ര സത്യം കണ്ട് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞവരെ ലോകം ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ശിക്ഷിച്ചിട്ടുണ്ട്. എടാ നിന്നെ കളിയാക്കിയതല്ലോ, സത്യം പറഞ്ഞതാണ്. ഇതിലും ഭേദം അച്ഛന്റെ വായിരിക്കണ കേൾക്കണേണ്. ഇത് കരഞ്ഞ നിനക്കെത്ര വിഷമായ? മകൾ അച്ഛൻ്റെ സ്വഭാവം കറിയല്ല, എല്ലാരും പറഞ്ഞ് വട്ടം. കുഴപ്പമില്ല അച്ഛാ, ഞാനിപ്പോ ആ റേഡിയോ കൊണ്ട് കൊടുത്തിട്ട് വരാം. അവിടെ നില്ലേ എൻ്റെ പൊന്നു മക്കളെ. ഈ ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു മഹാസംഭവമാണ്. ഇപ്പോൾ അതിന് കുറച്ച് ഇടിവൊക്കെ ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ മക്കള് ഇതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നിന്റെ പഠിത്തം പോകും.
ഈ ഇലക്ട്രോണിക്സിന് ഭ്രാന്ത് പിടിച്ച കലയിൽ ഭ്രാന്ത് പിടിക്കും പോലെയാണ്. അങ്ങനെ ഭ്രാന്ത് എനിക്ക് പിടിച്ചാലാണ് എൻ്റെ ജീവിതവും ഭാവിയൊക്കെ പോയത്. ഇതിൽ മാത്രമല്ല, അച്ഛന് ഒരുപാട് കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നിനും ശ്രദ്ധ കൊടുക്കാൻ പറ്റാതായി, ഒന്നിനും മാസ്റ്റർ ആയതുമില്ല. നീ ഇതൊക്കെ ചെയ്യണ കാണുമ്പോഴേ എനിക്ക് എന്നെയാണ് ഓർമ്മ വന്നത്. പിന്നെ പൊതുവെ ഒരു സംസാരം ഇവിടെ ഉണ്ട്. അത് അമ്മയുടെ കുടുംബത്തിലുണ്ട്, അച്ഛൻ്റെ കുടുംബത്തിലുണ്ട്. അവർക്കെല്ലാം പേടിയാണ് മക്കൾ അച്ഛനെ പോലെ ആയി പോകുന്നു. അതിൻ്റെ പേരിൽ അച്ഛൻ ഒരുപാടെടുത്ത് അപമാനനായിട്ടുണ്ട്. എനിക്ക് അച്ഛനെ കുറിച്ച് അഭിമാനമുള്ളൂ അച്ഛൻ. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. മക്കളെ, എല്ലാം വേണം. ഇലക്ട്രോണിക്സും വേണം, കലയും വേണം, എഴുത്തും വേണം, വരയും വേണം, ഒപ്പം പഠിക്കുകയും ചെയ്യണം. മക്കൾ പഠിച്ച് വലിയൊരാളാവണം. അതാണ് അച്ഛൻ്റെ ആഗ്രഹം കേട്ടോ. ആ മക്കളെ, ഈ റേഡിയോ കൊണ്ട് കൊടു. അച്ഛാ അയൺ ബോക്സ്. അയൺ ബോക്സിന് എടുത്തോണ്ടോ, നമുക്ക് നോക്കാം. നോക്കട്ടെ മക്കളെ, അച്ഛൻ എങ്ങനെയൊക്കെ തന്നെ നിനക്കറിയാവുന്നതിൽ കൂടുതൽ ആർക്കറിയാം. നമുക്കേ ഓ ഇത് ഒരുമിച്ച് ശരിയാക്കാം. അച്ഛാ, ഓ പിന്നെ സ്വിച്ച് വല്ലതും പോയതായിരിക്കും ഇനിയിപ്പം. ഇതാ സ്വിച്ച് ഓക്കെ. സ്വിച്ച് ഓക്കെയാണോ? മക്കളെ, ഓ ഈ ഇതിന്റെ അകത്ത് ഇനി കോയിൽ വല്ലതും പഴുത്ത് കാണോ? അല്ല അച്ഛാ, അത് നിക്രോൺ കോയിലല്ലേ, ഹൈ ടെമ്പറേച്ചർ സസ്റ്റെയിൻ ചെയ്യൂലേ. അത് 100% തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ നിക്കറം കോയിൽ നിന്ന് കത്തും. അത് പറയാൻ പറ്റത്തില്ല ചില സമയം. ദൈവമേ, രണ്ടുപേരും ഇതിനകത്തേക്ക് തിരിഞ്ഞാ. എന്തിനു നോക്കിക്കൊണ്ടിരിക്കണം? എല്ലാരും കൂടെ അറപ്പിക്കൂ അച്ഛാ, കൈ അറപ്പിക്കണം അച്ഛാ. പറഞ്ഞു വിടും. തറപ്പിക്കാടാ കുട്ടമ്പളരെ മോനെ. അല്ല അച്ഛാ, ഇത് തുറക്കാതെ തന്നെ എങ്ങനെ? എന്റെ പൊന്നു മക്കൾ അഡ്വാൻസ്ഡ് ആയില്ലടാ. കീ ഹോൾ റിപ്പയർ ചെയ്യും. കീ ഹോൾ റിപ്പയറാ? നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നെ റിപ്പയർ ചെയ്യാം. കൊള്ളാല്ലേ, കൈയോട്ടം കണ്ട സ്മൂത്ത് ആയിട്ട്. മക്കളെ കേശു, ഓ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യും. ഓക്കെ അച്ഛാ. ലൈറ്റ് എത്തി. ഓ, ശരിയായി. ചൂടുണ്ട് ചൂണ്ടാ? ചൂടുണ്ട് ചൂടുണ്ട്. പിടിക്കല്ലേ, കയറി പിടിക്കല്ലേ. ലക്ഷ്മേ, എന്താ ഒരു കരിഞ്ഞ വേണം? അടുപ്പത്തെല്ലാം ഇട്ടിട്ടാ വന്നേ? T is equal to R into C or T is equal to RC. മക്കളെ, ഓടിക്കോ. അയ്യോ, E is equal to MC square. R is equal to V by A. A plus B is equal to IR. A plus B the whole square is equal to A is square equal plus to 2A R into plus C. B square. B is equal to A T plus or R T is equal to RC. A square plus T is equal to R into C. ഇതൊന്നുമല്ല കുട്ടികളെ, ന്യൂട്ടൺസ് തേർഡ് ലോ. Every action there is a equal and opposite reaction.